കുറെ പരിപാടികളൊക്കെ കിട്ടുന്ന അതായത് മാക്സിമം പ്രൈസ് എടുത്തിട്ട് എവിടെ വരെ പോകാൻ നോക്കാം. അപ്പൊ ഇതില് വേറൊരു ടെക്നിക്ക് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കോ. അതാണ് നമുക്ക് ഭീകരമായ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ തൊണ്ടയ്ക്ക് കഴിയും കേട്ടാ. നമ്മുടെ തൊണ്ടയ്ക്ക് അതിനുള്ള പവർ ഉണ്ട്. അതായത് നമുക്ക് കഴിയും. നമ്മുടെ തൊണ്ടയ്ക്ക് കഴിയും. അത് നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഇത്രയും വോയിസ് പൊളിച്ചാൻ പറ്റുന്ന കാര്യം നമുക്ക് അറിഞ്ഞു. ഓക്കെ, അപ്പൊ അന്ന് ട്രൈ ചെയ്യണം. അതായത് നമ്മൾ തോട്ട് മാക്സിമം തുറന്നിട്ട് ശബ്ദത്തിന്റെ മാധുര്യം നമ്മൾ നോക്കണം. എന്ത് ശബ്ദമായാലും അതിനെ പുറത്തേക്ക് വിടും. പഴയ കാലത്ത് കറണ്ടൊന്നുമില്ല, സൗണ്ട് സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് കാലത്ത് 10,000 ആളുകൾക്ക് നാടകം പറഞ്ഞു. അപ്പോ ഗ്രീസിലാണ് നാടകം. അത് ഞാനാണ്, അയ്യോ ഞാനല്ല, അത് നീയല്ലേ, വേരിയേഷൻസ് ആണ്. പിന്നെ പല ഭാവങ്ങളിലുള്ള നമ്മളിങ്ങനെ അല്ലേ എന്തൊക്കെ അറിയോ? നിങ്ങള് ഈ അരമണ്ഡലത്തിൽ നിന്ന് അതങ്ങനെ ശീലിക്ക്. കിളി കണ്ടിട്ടോ? ഒരു കാര്യം പറയുമ്പോൾ ഡീറ്റെയിലേക്ക് പോകണമെന്നല്ല. അതല്ല ഡീറ്റെയിൽ അറിഞ്ഞാൽ നമുക്ക് അതിനെ ഇപ്പൊ നമ്മൾ അത്ര ആലോചിക്കും. ബസ് പോകും, പാസഞ്ചേഴ്സ് വേണം. ഇനി നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ കണ്ടത് പാസഞ്ചേഴ്സിനെ സെലക്ട് കാശാക്കണം. ബോയ്സിന്റെ അടുത്തൊക്കെ വേണം. സമയമില്ല. ഒരാൾ കൂടി കയറി, 3 കൂടി കയറണം. ഈ ബസ് പോകണം. ബസ് പോകണം. ഇത് മനോധർമ്മ അപ്പോ സംവിധായകന്മാർ പറഞ്ഞു അവിടെ അയാളെ ജോലിക്ക് അപ്പൊ ഇയാളെന്ന് പറഞ്ഞു
വേറൊരു പറയാം വേറൊരു പറയാനും പറയാം സ്റ്റാർട്ടിങ്ങിന് വേറെ എന്തെങ്കിലും പറയാം പറയണോ പറയാലോ നിങ്ങൾക്ക് ഒരു പറയാം ഞാൻ പറഞ്ഞത് ഒരു ഗ്രാമം ഒരു യാത്രയാണ് ഒരു യാത്രയാണ് നമ്മൾ മനോധർമാഭിനയത്തിലൂടെ പറഞ്ഞ ഡയലോഗ് അതിന് വീണ്ടും പറയാം നമ്മള് ഒരു ഡയലോഗ് അത് പിന്നെ കളിക്കുമ്പോൾ വേറെ ഡയലോഗാണ് പറയുന്നത് അതന്നെ പറയാം ഈ വണ്ടിയിലെ ആളെ വെച്ച് കേൾക്കുന്നുണ്ടോ പോവാറ പറയും പലർക്കും ഇതിൽ ഇന്റർഫിയർ ചെയ്യാം അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഭാവത്തിനനുസരിച്ച് ഈ യാത്രനെ ഗംഭീരാക്കാം ഇതുപോലെയുള്ള കോൺട്രിബ്യൂഷൻ ബസ്സിന് പോയിക്കൊണ്ടിരിക്കുന്നു പലർക്കും പോകുന്നു അപ്പൊ പലർക്കും കയറാം കയറുന്ന ആളുകൾക്ക് പല ഇഷ്യൂസ് ഉണ്ടാവാം പെട്ടെന്ന് വണ്ടി അതൊരു മുത്തശ്ശിനെ കൊണ്ട് കണ്ടക്ടർ ഇത്രയും അതിനെപ്പറ്റി എന്തെങ്കിലും ഒക്കെ പറയല്ലേ അങ്ങനെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് വണ്ടി സ്പീഡിൽ പോണേ കണ്ടക്ടർ പിടിച്ചിട്ട് തന്നോ ഒരാളെ കൈ പോണില്ലല്ലോ അത് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു വീണു വണ്ടി നിന്നോ നിങ്ങൾ അഭിനയിക്കും വണ്ടി നിന്നാ എന്താ ഉണ്ടാവുക നിങ്ങൾ ആക്ട് ചെയ്താൽ മതി അയാൾക്ക് പറയാൻ സമയം പറയും ഓക്കെ മതി മതി പോരെ
ഈ രീതിയിൽ നമുക്ക് അതിനെ കൊടുത്തു വാങ്ങാം, അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കാം. പരമാവധി നോക്കി അപ്പൊ ഇങ്ങനെയാണ് ഇത് ഇതെന്താ നമ്മൾ ചില ബ്ലോക്കുകൾ പൊട്ടുമ്പോ നാശം കുറെ കാശ് കൊടുത്താലും വേണ്ടില്ല, ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കണം. നിങ്ങൾ കേൾക്കണില്ലേ? എന്നെ കൊണ്ട് വയ്യ. നാളെങ്കിൽ നാളെ തന്നെ വേണം. ഓ ശരി, നാളെ തന്നെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിട്. മനസ്സിലായോ? കൊണ്ടുവിടാം. വേണ്ട വേണ്ട, എന്നെ കൊണ്ട് ആരും വിഷമിക്കണ്ട. ഞാൻ ആർക്കും ഒരു ഭാരമാവില്ല. ജീവിതത്തിനും മരണത്തിനും ഒരു അന്തസ്സുണ്ട്, ഉണ്ടാവണം. എടാ ജിമ്മി, അങ്ങനെ അപ്പൂപ്പനെ യാത്ര പറയാൻ നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. അഞ്ജലിക്കുള്ള വണ്ടി വരാറായി. നാളെ ഒരു വൃദ്ധൻ തീവണ്ടി മുട്ടി മരിച്ചു എന്ന വാർത്ത വരും. പി.ഡി. പൗലോസ് അഭിനയിച്ച ഒരു നാടകം നന്നായിരുന്നു. ഇതിന് മുന്നേ ഫസ്റ്റ് എന്താ പറയുക, ഗ്രൂപ്പാക്കി നിർത്തിയിട്ട് ഓരോ പരിപാടികൾ എന്താ പറയുക, ഒരു ആക്ടിവിറ്റി പോലെ ചെയ്തു. അതും അഭിനയിപ്പിച്ച് ഓരോരുത്തരെയും കൊണ്ട് അതൊക്കെ നന്നായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സമകാലിക പ്രസക്തിയുള്ള ഈ ഒരു നാടകം കാഴ്ചവെച്ച സാറിന് നന്ദി അറിയിച്ചു കൊള്ളുന്നു. നാടകം അത് തീർച്ചയായിട്ടും വളരെ സമകാലിക പ്രസക്തിയുള്ള നാടകം തന്നെയാണ്. ഈ നാടകം കണ്ട സമയത്ത് നമ്മള് എന്താണ് ഒരു വൃദ്ധരായിട്ടുള്ള ആൾക്കാരുടെ ആസ്പെക്ട്സ് ഓഫ് വ്യൂ പോയിന്റ് എന്താണെന്നുള്ള ഒരു സാധനം നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആ സമയം നമുക്ക് വന്ന എനിക്ക് പേഴ്സണലി വന്ന തോട്ടും അതാണ്. അവര് എങ്ങനെ ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക, അതുപോലെ നമ്മൾ ആ സാഹചര്യത്തിൽ എത്തുമ്പോൾ എംപത്തറ്റിക്കലി ചിന്തിക്കുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ എത്തുമ്പോൾ നമ്മളെങ്ങനെ ആയിരിക്കും നമ്മുടെ പിന്മുറക്കാര്, അതായത് നമ്മുടെ ഭാവി തലമുറ ട്രീറ്റ് ചെയ്യാന്നുള്ള ആ കാര്യം അത് വളരെ മനോഹരമായിട്ട് പി.ഡി. പൗലോസ് സാറോട് അവതരിപ്പിച്ചു. അതുപോലെ ശ്രീരാം സാറിനും ഇതിൽ വളരെ വലിയ റോളുണ്ട്. കാരണം ഒരു നാടകത്തില് കളർ ഗ്രേഡിങ് എന്ന് പറയണം അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ സാറ്? അതുപോലെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി വളരെ നന്നായിരുന്നു. കാരണം ഒരു സാധനം സാറിടുന്നു, അതുപോലെ ബാക്കി നമ്മൾ കയ്യിൽ നിന്നാണ് ചെയ്യുന്നത്. അത് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വല്ലാണ്ട് വർദ്ധിപ്പിക്കാൻ സഹായിച്ചൊരു സാധനം കൂടെയാണ്, ഒരു ആക്ടിവിറ്റിയും കൂടെയാണ്. അപ്പം
ഇത്രയും നല്ല ഒരു നാടകം ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതിനും സാറിനും BD പൗലോ സാറിനും ശ്രീറാം സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. മനസ്സന്നാവട്ടെ. നമ്മുടെ ഈ ഒരു ചെറിയ സമയം നമുക്ക് വളരെ ആനന്ദകരമാക്കിക്കൊണ്ട് ഈ ഒരു നാടകം അവതരിപ്പിച്ച BD പൗലോ സാറിനും ശിവരാമൻ സാറിനും എൻ്റെ പേരിലും NSSന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. നമുക്കിവിടെ ആദ്യം തന്നെ അവതരിപ്പിച്ചിട്ടുള്ള ആ സംഭവത്തിലേക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ആ മണ്ഡലത്തിൽ കയറിയിട്ട് 3 ശ്വാസം കിട്ടപ്പോഴേക്കും എന്റെ തെറ്റി ഞാൻ പുറത്തു പോയി. അപ്പൊ അതിന് ശേഷമുള്ള പരിപാടിയിൽ എനിക്ക് കയറാൻ പറ്റിയുള്ളൂ. അപ്പൊ ഇതിൽ മനസ്സിലായത് ഒരേ ഒരു വ്യക്തി തന്നെയാണ് 2 വേഷങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ നിമിഷം പെട്ടെന്ന് തന്നെ വേഷം മാറി വേഗം കയറി. ഇതൊന്ന് മനസ്സിലാക്കിയ ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം വേണമെങ്കിൽ ഒരു ദിവസം കൂടി ഇങ്ങോട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കും. പക്ഷെ വയസ്സായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇനി വേണ്ട 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 എന്നുള്ള ചിന്ത മനുഷ്യരിൽ കൂടി വരും. അത് നമുക്ക് പാടില്ല. അതാണ് ഈ ഒരു ഇതിൽ എനിക്ക് മെസ്സേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്ദി. അടിപൊളിയായിരുന്നു. നമ്മുടെ ഉള്ളിലെ ആക്ടറിനൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ട് സാറ് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇർഫാനൊക്കെ അതിൽ നല്ല തിരിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നാടകം എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഫീലായിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ ഭാവിയും കൂടി ഓർക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലുണ്ട് അച്ഛൻ്റെ അമ്മ, അച്ഛമ്മ, അങ്ങനെ അച്ഛനും അച്ഛമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പേടിനിപ്പോൾ ഓരോ ഫോൺ വിളിക്കണം രാത്രി ആകുമ്പോൾ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ രണ്ടുപേർക്കും നേരിടുന്ന, അതായത് വൃദ്ധരായിട്ടുള്ള ജനങ്ങളെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒറ്റപ്പെടൽ എന്നുള്ളത്. അത് കൃത്യമായിട്ട് സാറിന്റെ ആവിഷ്കാരത്തിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പൊ എന്റെ അച്ഛനും അച്ഛമ്മയും അച്ഛനൊക്കെ മരിച്ചുപോയ ആൾക്കാരാണ്. വിജയമാണല്ലോ, കറക്റ്റ് സ്പോട്ടാണ്. അപ്പൊ അവരെയൊക്കെ നല്ല കെയർ ചെയ്തിട്ട് നോക്കിയത്. പക്ഷെ ഇപ്പൊ ഭാവിയിൽ ഇപ്പൊ നമ്മളെ ആര് നോക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ആര് ചിലപ്പോൾ ട്രെയിനിൽ തലവയ്ക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ എല്ലാരും ഏകായിട്ടുള്ള ഇത്. കാരണം ആരോടും കൂട്ടും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ വയസ്സാവും തോറും വീട്ടിൽ ഒറ്റപ്പെടൽ നേരിടും. ഇപ്പൊ എന്താണ്, അത് നമ്മുടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നോക്കാൻ കഴിവുള്ള ഹസ്ബൻഡ് വൈഫൊക്കെ ആണെന്ന് വെച്ചാൽ അവരുടെ പാരന്റിനെ അന്നേ കെയർ ചെയ്യുള്ളൂ. അതേപോലെ ഇപ്പൊ മൃഗങ്ങളുടെ കാര്യമാണെന്ന് വെച്ചാലും ആ ഒരു ആവിഷ്കാരത്തിന് അവർക്കും ഉണ്ടാവും അവരുടേതായ ഫീലിങ്സ്. ഇപ്പൊ പൂച്ച പട്ടി എന്നൊക്കെ പറയണത് ഇപ്പോ എന്താണ് കൃത്യമായിട്ട് പാടികൂടുന്ന ജീവജാലങ്ങളാണ്. അപ്പൊ അവരുടേതായ ഫീലിങ്സും അതിൽ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് സാറ്. അപ്പോ ഞാൻ പറയുള്ളൂ. നന്ദി.